പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും പൊട്ടിക്കരയിക്കും ജീവിതം. ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണിന്ന് ജീവിതം. मेरे सामने एक तस्वीर बैठी है, मेरे सामने एक तस्वीर बैठी है, तेरी सुल्फों की चाहों में मेरी तकदीर बैठी है. खुदा. ചില ആൾക്കാർ പറയൂ അള്ളാനെ പേടിക്കണോ അള്ളാനെ പേടിക്കണോ അള്ളാനെ പേടിക്കണോ. ഞാൻ നേരെ ഓപ്പോസിറ്റാണ് പറയല്. അള്ളാനെ പേടിക്കരുത് അള്ളാനെ പേടിക്കരുത് അള്ളാനെ പേടിക്കരുത്. അള്ളാഹ്ക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് മനുഷ്യന്മാരോട്. ഒരു പ്രാവശ്യം ഒരു യുദ്ധസമയത്ത് അങ്ങനെ കുറേ ആൾക്കാരാ പിടിക്കപ്പെട്ട് യുദ്ധം റസൂലുള്ളാഹി വിജയിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരിൽ എൻ്റെ മകനുണ്ടോ നോക്കിയിട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുക. അങ്ങനെ മകനെ അവിടെ വെച്ച് കിട്ടുകയാണ്. കിട്ടിയ സമയത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ മണലാരണ്യത്തിൽ ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പോകുമ്പോൾ റസൂലുള്ളാഹി സഹാബാക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട്. നോക്ക് സഹാബാക്കളെ, ഇതേപോലെ ഈ ഉമ്മ എത്രത്തോളം മകനെ സ്നേഹിക്കുന്നുവോ അത്ര ഇഷ്ടമാണ് അള്ളാഹ്ക്ക് മനുഷ്യരോട്, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അള്ളാഹനെ നമ്മൾ പേടിക്കാനുള്ളതല്ല, അള്ളാഹനെ അങ്ങനെ സ്നേഹിച്ച് അങ്ങനെ സ്നേഹിക്കണം. പേടിക്കാനുള്ള കുറേ സാധനങ്ങൾ നമുക്കില്ലേ, ഇബ്ലീസ്, ശൈത്താൻ, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് അതിനെല്ലാം നമ്മൾ പേടിക്കാമെന്നല്ലാണ്ട് അള്ളാഹ്ക്കില്ലേ നമ്മളെ വല്ലാത്തൊരിഷ്ടമാണ്. അതേപോലെ തന്നെ നമുക്കും വല്ലാത്തൊരു ഇഷ്ടം വരണം അള്ളാഹിനോട്. ഓരോ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഓരോ സൂറത്ത് ഓതുമ്പോഴും ഓരോ ഫാത്തിഹ ഓതുമ്പോഴും സൂറത്ത് ഓതുമ്പോൾ ഒക്കെ നമ്മളുണ്ടല്ലോ അതിൻ്റെ അർത്ഥത്തിൽ ഇങ്ങനെ നമ്മളങ്ങനെ നിസ്കരിച്ച് നോക്കിയാൽ എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക, എന്തോ ഒരു മൊഞ്ച. അതുകൊണ്ട് അള്ളാഹിനെ പേടിക്കാനുള്ളതല്ല കേട്ടാ, അള്ളാഹിനെ സ്നേഹിക്കാനുള്ളതാ, സ്നേഹിക്കണം. മനസ്സിലായില്ലേ? അതായത് मेरे सामने एक तस्वीर बैठी है, उसका कोई रूप नहीं है, रूप मेरे सामने एक तस्वीर बैठी है, तेरी സുൽഫോं की चाहों में मेरी तकदीर बैठी है. അതായത് സുൽഫിനെ അങ്ങോട്ട് വിട്ടാളാ, തെരി ചാവോ മേ മേരി തക്ദീർ ബൈട്ടി ഹേ. എന്ത് മൊഞ്ച. അപ്പോൾ നമ്മളങ്ങനെ സ്നേഹിക്കുക. ഓക്കെ, വേറെ ഒന്നുണ്ട്, റാഹത്തിൻ്റെ. പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും പൊട്ടിക്കരയിക്കും ജീവിതം എന്നെല്ലാം വെറുതെ അങ്ങനെ പാടുന്നതാണ്. നിങ്ങൾ വിചാരിക്കണ്ടേ എനിക്ക് ഭയങ്കര വിഷമത്തിലാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹ് എനിക്ക് ഭാര്യയിട്ടും കോരിയിട്ടും തന്നു കേട്ടാ. കൈയുണ്ട്, കാലുണ്ട്, അമ്മോ എന്തെല്ലാം ഉണ്ട് എന്നറിയാം. അൽഹംദുലില്ലാഹ്. ഞാൻ ഇന്ന് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതായത് നമ്മളെ നാട്ടിൽ നമ്മളെടുക്കുന്ന വീടും അറബ് രാജ്യത്തെ അറബികൾ എടുക്കുന്ന വീട്ടിനെ പറ്റിയിട്ട് ഒരു വലിയ ചെറിയ പഠിച്ചത് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് ഫസ്റ്റ് ഈ അറബികൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ 4 ഭാഗം 8 അടി 10 അടി ഉയരത്തിലുള്ള മതിലാണ് ഇവർ കെട്ടുക. 8 അടി 10 അടി ഉയരത്തിലുള്ള മതിൽ ഫസ്റ്റ് കെട്ടുക, എന്നിട്ട് അതിനൊരു ഗേറ്റും വെക്കും. എന്നിട്ടാണ് ഇവർ വീട് പണിയെടുക്കുക. വീട് പണിൻ്റെ കൂടെ ഉണ്ട് ഇവർക്ക് 2 മജ്ലിസ് പൊന്താൻ. ഒന്ന് പുരുഷന്മാർക്കുള്ള മജ്ലിസ്, ഒന്ന് സ്ത്രീകൾക്കുള്ള മജ്ലിസ്. എന്നിട്ട് ഈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, വീടെല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം ആഴ്ചക്ക് ഒരു പ്രാവശ്യം ജ്യേഷ്ഠാനുജന്മാർ തികച്ചും വീട്ടിൽ വരും. ഇന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോകും, പിറ്റത്തെ ആഴ്ച പിറ്റത്തെ അനുജൻ്റെ വീട്ടിൽ പോകും എല്ലാവരും. എന്നിട്ട് അവിടെ ഒരു ഭക്ഷണമെല്ലാം വെച്ച് സ്ത്രീകളെല്ലാം അവരെ മജ്ലിസിലിരുന്ന്, പുരുഷന്മാരുടെ മജ്ലിസിലിരുന്ന് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ, അതായത് ഫസ്റ്റ് ഗേറ്റിൻ്റെ ബാക്ക് ഭാഗത്തെ ഗേറ്റിൻ്റെ ഭാഗം അടുക്കളപ്പുറത്ത് സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി പറയുക, ഇനി ഇംഗ്ലീഷ് കൂട്ടിയിട്ട് വരേണ്ടി വരും, വലിയൊരു ഓഫീസ് റൂം എന്ന് വിചാരിച്ചാൽ മതി മുറ്റത്ത്. അങ്ങനെ സ്ത്രീകളെല്ലാം വട്ടളത്തിരുന്ന് പിന്നെ ബാങ്ക് കൊടുക്കുന്നത് കേട്ട് അവിടെ തന്നെ വാഷ് മെഷീനും കാര്യങ്ങളും ബാത്റൂം അറ്റാച്ച്ഡൊക്കെ ആയിരിക്കും. എന്ത് രസമാണെന്നറിയാം കാണാൻ. എന്നിട്ട് അതിനുള്ളിൽ തന്നെ നിസ്കാരവും കാര്യമില്ലെന്ന് എല്ലാവരും വട്ടളത്തിലിരുന്ന് ഗാവ വെച്ച് ഈത്തപ്പഴം വെച്ച് കഴിച്ച് നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവർ സംസാരിക്കും. മനസ്സിലായ? പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുടുംബക്കാരെല്ലാം ഒരുമിക്കുന്നത് പോലെ തന്നെ പരിസരവാസികളുണ്ട് ഒരുമിക്കാൻ.
കൂടെ പഠിച്ചവരും കൂട്ടുകാരും എല്ലാം ആയിട്ട് അയൽവാസികളെല്ലാം ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് ഗാവയെല്ലാം വെച്ച് കുടിക്കെല്ലാം ചെയ്ത് നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ആരോ ബുദ്ധിമുട്ടിനെ സഹായിച്ച് അവിടെ ഒരു കുറി നടത്തി, ചീട്ടി എന്നെല്ലാം പറയുന്നില്ല, ചിട്ടി എല്ലാം നടത്തി. അങ്ങനെയെല്ലാം ഉള്ളൊരു മൊഞ്ചുള്ള ലൈഫാണ്. ആരെങ്കിലും ഒരാൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന അവനെ ഉയർത്തി കൊണ്ടുവരുന്നു. വല്ലാത്തൊരു ഒരുമയാണ് കേട്ടോ അവർക്ക് എപ്പം പാല് കുടിക്കണോ, എപ്പം തൈര് കുടിക്കണോ, എപ്പം മോര് കുടിക്കണോ, എപ്പം മീൻ കഴിക്കണോ, ഇങ്ങനെയെല്ലാം ഉള്ള എല്ലാ നല്ല വിവരങ്ങളുണ്ട്. അതായത് അവരെ ഇതിൽ താമസിക്കുന്ന, ടൗണിൽ താമസിക്കുന്ന യഹിയാനെ പറ്റിയിട്ടും പറയും, ഇസ്മായിലിനെ പറ്റിയിട്ടും പറയും, മുഹമ്മദിനെ പറ്റി പറയും, ചന്ദ്രനെ പറ്റി പറയും, രാഘവനെ പറ്റി പറയും. എല്ലാ കാര്യങ്ങളും ആ മജ്ലിസിൽ വെച്ച് അവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഇവർ ഓട്ടന്മാരാണ്, ഇതെങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെല്ലാം, ഇങ്ങനത്തെ എല്ലാവരും. അപ്പം ഞങ്ങളുടെ നാട്ടിലോ മതിലപ്പ കെട്ടുക, വീടെല്ലാം കെട്ടി 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മതിൽ കെട്ടുക, ഇല്ലായ്മ കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മതിൽ കെട്ടിലുണ്ടാകുന്ന സേഫ്റ്റി ഉണ്ടല്ലോ, വല്ലാത്ത സേഫ്റ്റിയാണ്. എന്നിട്ട് ഈ മതിൽ കെട്ടിയതിന് ശേഷം ഇവർ വീടായതിന് ശേഷം ഇവർ ഫുട്ബോൾ കളിക്കുന്ന, അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പെണ്ണും ആണും അല്ലെ ഫുട്ബോൾ കളിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, പലതും പുറത്തുള്ള ആരും ഒന്നും കാണുന്നില്ല. നൈറ്റി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവർ ഫുട്ബോൾ കളിക്കുന്നതും. വല്ലാത്തൊരു മൊഞ്ചാണ് കേട്ടാ, വല്ലാത്തൊരു ഒരുമയാണ്. കാരണം ഈ മജ്ലിസിൽ എല്ലാവരും വൈകുന്നേര സമയത്ത് അടുത്ത വീട്ടുകാരും അയൽവാസികൾ അത് ഇത് എല്ലാവരും വന്ന്, കൂട്ടുകാരെല്ലാം വന്ന് ഇരുന്ന് കാവെല്ലാം കുടിച്ച് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചർച്ചയെല്ലാം ചെയ്ത് രോഗിയെപ്പറ്റി പറഞ്ഞ്, ആ നാട്ടിലുള്ള രോഗീനെ പറ്റി പറഞ്ഞ് അവർക്ക് സഹായിക്കേണ്ട സഹകരണങ്ങൾ സഹായിക്കൽ, മാഷാ അല്ലാഹ് ഭയങ്കര സംഭവമാണ് കേട്ടോ, ഭയങ്കര സംഭവം. നമ്മൾ അവരുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും പോലുള്ള ഡിഫറൻസാണ്. ഇവിടെ കാണുന്ന സകച്ച് നെഗറ്റീവിനും പോസിറ്റീവാക്കി, പോസിറ്റീവിനെ നെഗറ്റീവാക്കി കഴിഞ്ഞാൽ കാര്യം ശരിയായി വരും. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.